ചിന്മോയ് കൃഷ്ണദാസ് ഉൾപ്പെടെ 17 ഇസ്കോൺ അംഗങ്ങളുടെ അക്കൗണ്ടുകളാണ് ബംഗ്ലാദേശ് ബാങ്ക് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് മരവിപ്പിച്ചത്. മരവിപ്പിച്ച നിർദ്ദേശം എല്ലാ ബാങ്കുകളെയും അറിയിച്ചു. കൂടാതെ ഈ അക്കൗണ്ടുകളെ സംബന്ധിച്ച് വിശദമായ വിശദീകരണം നൽകാൻ BFIU ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. 3 പ്രവൃത്തി ദിവസത്തിനകം വിശദ വിവരങ്ങൾ നൽകാൻ BFIU കർശന നിർദ്ദേശമാണ് നൽകിയത്. നിലവിൽ ഇസ്കോണിന് നിരോധനം വേണ്ടെന്നാണ് ധാക്ക ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. സർക്കാർ അധികാരികൾ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കാനുള്ള സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി വിസമ്മതിച്ചത്. ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ന്യൂനപക്ഷ സംഘടനകൾക്ക് നേരെ ഇസ്ലാമിക സംഘടനകളുടെ അക്രമം പതിവാണെന്നാണ് ആരോപണം. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇസ്കോണിനെ ലക്ഷ്യം വെച്ചതായി പറയുന്നത്. ഇസ്കോൺ ആത്മീയാചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ ബംഗ്ലാദേശ് ജയിലിൽ അടച്ചിരുന്നു. രാജ്യദ്രോഹ കുറ്റമാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ദേശീയ പതാകയെ അപമാനിച്ചെന്ന കുറ്റത്തിന് ചിന്മോയ്ക്കൊപ്പം 18 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതിനെതിരായ വ്യാപക അക്രമമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറുന്നത്. ചിറ്റഗോങ് കോടതിക്ക് പുറത്ത് നടന്ന അക്രമങ്ങൾ അക്രമാസക്തമായതോടെ ഒരു അഭിഭാഷകന് ജീവൻ നഷ്ടമായിരുന്നു. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.